സത്യം പറഞ്ഞാൽ അങ്ങനെ കരയിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു മനുഷ്യൻ്റെ സഹായാവസ്ഥയൊക്കെ അങ്ങനെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അനുരാഗം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും, ഒരുപാട് സങ്കടപ്പെടുത്തും, ഒരുപാട് സന്തോഷിപ്പിക്കും. ഒരു ഇത്രയൊരു ഏജിലും അത്രയും എനർജറ്റിക് ആയിട്ടാണ് ഫിലിം. ഇപ്പോൾ ജോണി സാറിന് നമ്മൾ ആ ഒരു നാണവും ആ റൊമാൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പ്രേക്ഷകരോട് കണ്ടപ്പോൾ നല്ല സിനിമയാണ്. വളരെ ഉറപ്പാണ്, ഭയങ്കര ഫീൽ ഗുഡ്. എല്ലാവരും കാണണം, മിസ് ചെയ്യും. എല്ലാ തരം എല്ലാവർക്കും മുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. ഫാമിലിയോടെ എല്ലാവർക്കും സന്തോഷം. വളരെ നന്നായിരുന്നു. എല്ലാവരും പ്രണയത്തിൻ്റെ ഒരു പുതിയ മാനം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു പ്രണയം, അതുപോലെ പഴയ കാലത്തിലെ ഒരു പ്രണയം തന്നെയാണ്. വളരെ വളരെ നന്നായിട്ട് എല്ലാവരും. ജോണി ആൻ്റണി സാറൊക്കെ ജീവിക്കായിരുന്നു. സാറിൻ്റെ ഒരു കോമഡീനെ കൂടെ കൂടുതലൊരു ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രം. ഷീലാമ്മയുടെ ഒരു ശരിക്കും പ്രസരിപ്പ് തന്നെ സിനിമ മനസ്സിലാകുന്നത്. ആ ഒരു ഇത്രയൊരു ഏജിലും അത്രയും എനർജറ്റിക് ആയിട്ടാണ് ഷീലാമ്മ. വളരെ ഇഷ്ടപ്പെട്ടു. ഫാമിലി മൂവിയാണ്, നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും കേരളത്തിലുള്ളവർ മൊത്തം, ഇന്ത്യയിലുള്ളവർ മൊത്തം, ലോകത്തുള്ളവർ മൊത്തം കാണാൻ നല്ല അടിപൊളി സിനിമ. സീരിയസ്ലി ഒരു ശകലവും കള്ളവല്ല, നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും വരണം. നല്ലൊരു സിനിമയാണ്, നല്ല തിയേറ്റർ അനുഭവമാണ് നൽകിയ. നല്ല മ്യൂസിക്, BGM ഒക്കെ ഗംഭീരമാണ്. അതുപോലെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി മനോഹരമായിട്ടുണ്ട്. നല്ല കുടുംബം, നന്നായിട്ട് പോകും. അശ്വിൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അയാളെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അശ്വിൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവർ കൊള്ളാം, സൂപ്പർ. പിന്നെ ദേവയാനി വീണ്ടും മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത്, അതിൻ്റെ ഒക്കെ അറിയാനുണ്ട്. ജോണി ആൻ്റണി ചേട്ടൻ അല്ലാണ്ട് ഗംഭീര സിനിമയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ, വളരെ നല്ല സബ്ജക്റ്റ്, വളരെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അശ്വിൻ്റെ അഭിനയം, ദേവയാനി, ജോണി ആൻ്റണി, ഒരു പ്രത്യേക സബ്ജക്റ്റ്, സൂപ്പർ. എല്ലാവരും പോയി കാണും. അത്രയും നല്ല എല്ലാ ചേരുവകളുള്ള ഒരു ഫാമിലി, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ്. ഓക്കെ, റൊമാൻസ് ഉണ്ട്, കോമഡി, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ഒരുപാട് പേരുണ്ട്, എല്ലാവരും കോമ്പിനേഷൻ കുറച്ച് ലോജിക്കൽ നല്ല മൂവി, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഇഷ്ടംപോലെ അനുരാഗം എന്തായാലും പെടും. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം? എങ്ങനെയുണ്ട്? നല്ല അശ്വിനൊക്കെ വളരെ ഗ്രാൻഡായിട്ട് എല്ലാവരും ഭംഗിയായി. ഷീലാമ്മ സൂപ്പർ, ഒന്നും പറയാനില്ല. അനുരാഗ വിലോചനായി. എങ്ങനെയുണ്ട് പടത്തെ? അടിപൊളിയായിരുന്നു, സൂപ്പർ പടം. ഒരു നെഗറ്റീവ് പോലും പറയാനില്ല. പറയാനില്ലെന്ന് പറഞ്ഞാൽ പടം ഷോട്ട് ഹിറ്റ് തന്നെയാണ്, യാതൊരു ഡൗട്ടും ഇല്ല. കുറച്ച് നാളായി നമ്മൾ ഇത്രയും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല സീൻസിലും നല്ല രീതിയിൽ ഇമോഷണലി കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചിരിച്ചു, ഭയങ്കര സന്തോഷമുണ്ടായി പല സീനുകളിലും. എനിവേ പടം വളരെ നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടാവും. ആൻഡ് ഐ ഫീൽ ദാറ്റ് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും. ഗൗതം സാർ, ജോണി ചേട്ടനൊക്കെ ഇത്രയും നല്ലതായിട്ട് നമ്മുടെ കണ്ണ് നനയിപ്പിക്കാൻ പറ്റുന്ന ദേവേനി മാഡം, ലെന, അശ്വിൻ നമ്മുടെ ചെക്കനാണ്. അവൻ പൊളിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ എന്ത് സ്നേഹം തോന്നുന്നു നമ്മൾ പടം കണ്ടുകൊണ്ട്. മൊത്തത്തിൽ ഡയറക്ടർ സാർ എല്ലാം കൊണ്ടും അടിപൊളി പടം. എല്ലാവരും ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളി പടം, ഒരു രക്ഷയില്ല, സൂപ്പർ പടം. എല്ലാവരും കണ്ടിരിക്കണം. നല്ല പടമാണ്. പെർഫോമൻസ് എങ്ങനെയുണ്ട്? എല്ലാവരുടെ പെർഫോമൻസും നല്ല സംഭവമാണ്. ഒരാളും അതിൻ്റെ അകത്ത് ഡൗട്ട് ഇതില്ല. എല്ലാവരും നല്ല രസമുണ്ട്, കോമഡി ഉണ്ട്, ഫീലുണ്ട്, നല്ല രസം. കാരണം ചില മൊമെന്റ്സ് നമുക്ക് കണ്ണ് നിറയുന്ന മൊമെന്റ്സ് അടിപൊളിയാണ്. എല്ലാവരും കണ്ടിരിക്കണം, എല്ലാ ഫാമിലിയും എല്ലാവരും കണ്ടിരിക്കണം. നല്ല പടമാണ്, തിയേറ്ററിൽ തന്നെ കാണാം. അടിപൊളി പടമാണ്, പോയി കാണാം. എങ്ങനെയുണ്ട് പടം സൂപ്പർ, നല്ല ഫാമിലി മൂവി, സൂപ്പർ. ഭയങ്കര വർക്കായി. കുറേ കാലത്തിന് ശേഷം ഒരു നല്ലൊരു ഫാമിലി മൂവി കണ്ടു എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് ഈ പടം എങ്ങോട്ടാണ് പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അതിന് ശേഷം പടം ഏറ്റവും നല്ല ഫ്ലോയിലാണ് പടം പോയത്. സത്യം പറഞ്ഞാൽ ചിലയിടത്ത് കണ്ണുപോലും നിറഞ്ഞ് എന്തുകൊണ്ട് അടിപൊളി. ഫാമിലി ആയിട്ടും ഏത് വിഭാഗമായിട്ടായാലും, ഫാമിലി യൂത്ത് എന്നൊന്നുമില്ല, എല്ലാ വിഭാഗത്തിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു അടിപൊളി സാധനമാണ്. ആദ്യം നമുക്ക് ഇത് കാണുമ്പോൾ ജോണി ചേട്ടൻ്റെ ഒരു പതിവ് സാധനത്തിലേക്ക് നമുക്ക് തോന്നും സ്വാഭാവികമായിട്ടും. പക്ഷേ അതിനുശേഷം അങ്ങേരുടെ സത്യം പറഞ്ഞാൽ അങ്ങനെ കരയിപ്പിച്ചു എന്നുള്ളതാണ്.
ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയൊക്കെ അങ്ങനെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇതിൻ്റെ സംവിധാനവും ഒക്കെ പ്രതീക്ഷിച്ചതിലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സത്യത്തിൽ ഇതൊരു പ്രതീക്ഷിച്ചില്ല, അത്രയും ടോപ്പായിട്ട്. വീട്ടിലും പടമായിരുന്നു, നല്ല റൊമാൻറ്റിക് സീൻസ് ഒക്കെ ആയിരുന്നു. എല്ലാവരും പ്രൊമോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സൂപ്പർ പടമായിരുന്നു. നല്ല ഫീൽ ഗുഡ് ഒരു മൂവിയാണ്. നല്ലൊരു റൊമാൻറ്റിക്, ഒരു ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു പടം. കുറേ ആൾക്ക് ശേഷം ഒരു ഫാമിലി പടം കാണുന്നത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എങ്ങനെയുണ്ട് ഷീലാമ്മ തിരിച്ചു വന്ന? അതാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഷീലാമ്മയെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിയും കാര്യങ്ങളും എല്ലാം കൊണ്ടും നല്ല മ്യൂസിക് ആണെങ്കിലും നല്ലതായിരുന്നു. എടുത്തു പറയാൻ പാട്ടുകളെല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് എല്ലാം. പടം ടോട്ടലി നല്ല പടമായിരുന്നു. നല്ല മൂവിയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ നല്ല സ്റ്റാർ കാസ്റ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അത്യാവശ്യം ലാഗൊന്നും വരുത്താണ്ട് നല്ല സ്റ്റോറി ആയിരുന്നു. നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സംഭവം സെറ്റായിരുന്നു. അത്യാവശ്യം നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവി തന്നെയായിരുന്നു. ജോണി ആന്റണി ചേട്ടനൊക്കെ ആണല്ലോ, പുള്ളിക്കാരൻ്റെ എങ്ങനെ എപ്പോഴും പതിവ് ശൈലിയിലുള്ള രീതിയിലുള്ള ആക്ടിങ് ആയിരുന്നു, അതോ വ്യത്യാസം ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ആ പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് ലൈക്ക് പിന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന പോലത്തെ ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്തായിരുന്നു. അശ്വിനും മൂസിയും തകർത്തു. നല്ല പോരാത്തിന് ആക്ട്രസ് നല്ലതായിരുന്നു. ഗൗരി കൃഷ്ണൻ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു. പടത്തിൻ്റെ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, കൈ അടിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ ഇതുപോലെ ഫാമിലി ഓഡിയൻസും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിൽ എനിക്ക് അവരെയൊക്കെ കണ്ടു വളർന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു സിനിമ അഭിനയിക്കുക അത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ നമ്മൾ കാണാത്തൊരു, ഇപ്പോൾ ജോണിസിന് ആ ക്യാരക്ടറിനും ഒരു ബാക്ക് സ്റ്റോറി ഉള്ള പോലെ എനിക്ക് തോന്നി. അത് ആ സ്ക്രീൻ പ്ലേയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ വിചാരിച്ചേക്കാളും നല്ലോണം വന്നിട്ടുണ്ട് മൂവിയായിട്ട്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ എൻജോയ് ചെയ്യും. അനുരാഗം കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് മനസ്സിലാവണമെന്നറിയില്ല. ഒരു സുഹൃത്തിൻ്റെ പടം കാണാനാണ് ഞാൻ ഈ തിയേറ്ററിലോട്ട് വന്നത്. പക്ഷേ കണ്ടിറങ്ങിയപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അനുരാഗം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും, ഒരുപാട് സങ്കടപ്പെടുത്തും, ഒരുപാട് സന്തോഷിപ്പിക്കും. ഏതൊക്കെ ഫീലാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ ഭയങ്കര കൺഫ്യൂസറാണ്. എൻ്റെ കൂടെ കടന്നുപോയ ഫീലിങ്സ് ഏതൊക്കെയാണ്. കാരണം അത്ര അടിപൊളിയാണ്. കാരണം ഇത് നമ്മൾ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. പുതിയ ആൾക്കാരുടെ സിനിമയാണ്. ഇതിനകത്ത് ഒരുപാട് പറയത്തക്ക കാസ്റ്റിങ്ങോ വലിയ പരിപാടികളോ ഒന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് തരുന്ന ഈ 2.5 മണിക്കൂറത്തെ ഈ അനുഭവം നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ ഒരു മനസ്സിൽ സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിൽക്കും. സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതെൻ്റെ വാക്കാണ്. ധൈര്യമായിട്ട് അനുരാഗത്തിന് ടിക്കറ്റ് എടുക്കുക. നിങ്ങളെ ഈ സിനിമ സന്തോഷിപ്പിക്കും ഉറപ്പായിട്ടും. താങ്ക് യു. ഇല്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ അത് എനിക്ക് വേണ്ട, എന്താ പറയുക, ഈ സിനിമയെക്കുറിച്ച് പറയാൻ ഇതിനെക്കുറിച്ച് ഇതിൽ അഭിനയിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഞാനിത് എത്രമാത്രം പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളത് വൺസ് കണ്ടിട്ട് ഞാനായിട്ട് സംസാരിക്കാൻ എൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് അനുരാഗം. അത് ഞാൻ പറഞ്ഞാൽ അത് സ്പോയിലറാവും ഇതിനകത്ത് എന്താണെന്ന്. പക്ഷേ നിങ്ങൾ കാണാത്ത, എന്താ പറയുക, അറിയാത്ത കഥയല്ല ഇതിനകത്ത്. നിങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള കഥ തന്നെയാണ്. പക്ഷേ അത് നിങ്ങളെ എത്രമാത്രം നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കും, നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അനുരാഗം എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങി നല്ലൊരു സിനിമയാണ്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ എല്ലാ തരത്തിലുള്ള പ്രണയങ്ങളാണ് അതിൽ. അത് മീൻസ് വ്യത്യസ്തമായിട്ടുള്ള ഏജ് ലെവലിലുള്ള ആളുകളുടെ പ്രണയമാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ മീൻസ് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടും, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഉറപ്പായിട്ടും എല്ലാവരും വന്ന് സിനിമ കാണുക. സിനിമ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളൊക്കെ കരകയറ്റി തരണം നിങ്ങൾ. എല്ലാ സിനിമകളും വിജയിക്കുക എന്നുള്ള ആഗ്രഹമുള്ളൊരു ആക്ടറാണ്, ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും വന്ന് സിനിമ കാണുക. താങ്ക് യു. ഷീലാമ്മ, അതായത് കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ഷീലാമ്മ പിന്നെയും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. ഷീലാമ്മേനെ നമ്മളിപ്പോൾ പറയുമ്പോഴേക്കും നസീർ സാർ അല്ലെങ്കിൽ മധു അങ്ങനെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ വന്ന നടി. അപ്പം ആളുടെ ഇതിൻ്റെ അകത്ത് എങ്ങനെ ആളുടെ പ്രണയം അങ്ങനെ എന്തെങ്കിലും സംഭവം സ്പോയിലറായിട്ട് വരും? ഇല്ല, സ്പോയിലറായിട്ട് പറയുന്നില്ല. ഷീലാമ്മയുടെ ഒരു ജോണി ചേട്ടൻ്റെ അമ്മയായിട്ടാണ്. ഭയങ്കര രസമായിട്ടാണ് അവർ ആ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഹ്യൂമറും നല്ല രസമുണ്ട്. പിന്നെ അവർ ഭയങ്കര എനർജറ്റിക്കാണ്. അവരുടെ ആ ഒരു പ്രായത്തിലും ഭയങ്കര എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു പെർഫോമൻസാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഉള്ളിൽ തട്ടുന്ന ഒരു പെർഫോമൻസാണ് ഷീലാമ്മയുടെ ഭാഗത്തുനിന്നും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.